Oh my god. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ 4 ഓഫ് അവർ ട്രിപ്പ് ആണ് ഇന്ന്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിൽ നമ്മൾ മുക്തിനാഥിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കവർ ചെയ്തു സ്ഥലം. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ID പ്രൂഫ്സൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ബാക്കിൽ ഹിമാലയൻ്റെ ചെറിയ പോർഷൻസ് കാണാം. ഞങ്ങൾ വണ്ടിയിലിരുന്നപ്പോൾ ഇത്ര തണുപ്പുണ്ട് എന്ന് ആക്ച്വലി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ പറയുന്നു മുക്തിനാഥ് തണുപ്പുണ്ട്, ജാക്കറ്റൊക്കെ വാങ്ങിയിട്ട് വെറുതെ ആവുമെന്ന്. പക്ഷെ നല്ല തണുപ്പുണ്ട് പുറത്ത്, കൈയൊക്കെ കൂടി തുടങ്ങി. അപ്പം ഇപ്പോൾ ഇത് ഉച്ചയാണ് സമയം, എത്ര 12 മണിയാണ് സംതിങ്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ രാത്രി എന്തായിരിക്കും? അപ്പോൾ ഇനി അങ്ങോട്ട് ട്രക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. എല്ലാം വഴിയെ കാണാം. ഞാൻ രാവിലെ എണീറ്റ് നമ്മൾ 5 മണിക്ക് പോന്നിട്ടുണ്ട്. ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു വഴിയിൽ നിന്ന്. പിന്നെ ഞാൻ ഫുൾ ഉറക്കമായിരുന്നു, രാവിലെ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇൻട്രോ എടുക്കാൻ ടൈം കിട്ടിയത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഗൈസ്, ഇത് ഹിമക്കരടി അല്ല, എൻ്റെ ഭർത്താവ് ജിഷ്ണു ആണ്. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുക ഇതൊക്കെ കണ്ടിട്ട്. എല്ലാവരും ഇവിടെ എൻ്റെ ID പ്രൂഫ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുക്തിനാഥ് കാണാൻ പോകുന്നേ ഉള്ളൂ. മുക്തിനാഥ് കാണാൻ പോകുന്നേ ഉള്ളൂ. വളരെ ഒരു ഭയങ്കര അനുഭവമാണ് ഇതൊക്കെ. ആർക്കും കാണാൻ പറ്റാത്ത ഒരു ഇതിലെടുത്ത് കൊണ്ടുപോയാലോ എന്റെ മോനെ. ചുരുങ്ങിയത് ഈ ഒരു ഇനത്തിന് നാട്ടിൽ 15,000-20,000 രൂപ ഉണ്ട്. ഞങ്ങൾ ഭയങ്കര മാച്ചിങ്. ഈ ബൊമ്മക്കുട്ടികളെ നമ്മള് വാങ്ങുന്ന സാധനല്ലേ, അതുപോലെ ഭയങ്കര ക്യൂട്ട്. എനിക്ക് ഇരിക്കാൻ ചെയറില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ മടിയിലിരുത്തിൻ്റെ ഊഞ്ഞാലാട സുഖമായിട്ട് കിടക്കാം. ഇത് ഞാൻ വണ്ടീൻ്റെ ബാക്കിൽ നിന്നിടുന്ന വിഷ്വൽസ് ആണ്. റോഡ് ഭയങ്കര മോശമായിരുന്നു. അതുപോലെ അവിടെ കഴുത, കുതിരയൊക്കെയാണ് അവർ കൂടുതൽ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ആപ്പിളിൻ്റെ മരങ്ങളാണ് കേട്ടോ. ഇതവിടുത്തെ താലിയാണ്, നമ്മളെ ഫസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് പിന്നെ കഴിച്ച് മടുത്തു. ഇന്നും താലി മാത്രമായിരുന്നു അവിടെ. ഇത് മുതല, ഇത് തത്തമ്മ. ഞങ്ങളിപ്പോ ഇവിടെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട്, അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. മൈക്കില്ല, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇത് നീലഗിരി മൗണ്ടെയിൻ ആണ് ഈ കാണുന്നത്. നേരത്തെ കണ്ടിരുന്നു അതിന്റെ. നേരത്തെ കണ്ടത് അതാണ്. ഇപ്പം കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ 8 ഡിഗ്രി സെൽഷ്യസ് ആണ് വെതർ എന്ന് പറയണത്. നല്ല തണുപ്പുണ്ട്. മൂക്കും ചുണ്ടൊക്കെ ചുവന്ന് വരിക. എനിക്ക് കാലിലൂടെ ഇങ്ങനെ ചൊറി വരുന്ന ഒരു പ്രശ്നമുണ്ട്, മീൻസ് കോൾഡ് അലർജിക് ആയിട്ട്. അപ്പോൾ അതിനുവേണ്ടി തെർമൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ടില്ല. രാവിലെ നമ്മൾ ഒരു 5-6 മണിയാകുമ്പോൾ പോവും മുക്തിനാഥ് ടെമ്പിളിലേക്ക്. അപ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ കരയല്ല, എനിക്ക് ദാവ് വിറച്ചിട്ടേ മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോകും വൈകാതെ. അവിടെ മണിയടി ശബ്ദം കേൾക്കുന്നുണ്ട്. സ്ട്രീറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇന്നലെ അവരുടെ ന്യൂ ഇയർ ആയിരുന്നു. ആ ന്യൂ ഇയർ കാരണം ഇവിടെ പല കടകളിലൊന്നും ആരും ഇല്ല സെലിബ്രേഷനിൽ. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ അവിടെ ഒരു ശിവ ടെമ്പിൾ ഉണ്ട്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഒരു ചെറിയ ടെമ്പിളാണിത്. ഇത് ഇവിടുത്തെ സ്റ്റെപ്പുകൾ കുറച്ച് ചെറിയ സ്റ്റെപ്പാണ്, കയറാനെത്തി പാടാ. കുഞ്ഞു സ്റ്റെപ്പുകളാണ്. ഇവിടെ ഒരു ശൂലം കണ്ടോ, അവിടേക്കാണ് നമ്മൾ പോണത്. അടുത്ത് വേഗം ഓടിക്കറിയിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് ഇത്തിരി സീനാണ് കേരള.
ഇത് കണ്ടോ, ഇതാണ് മസ്താങ്ങിലെ ജോംസൺ സ്ട്രീറ്റ്. എന്തൊരു ഭംഗിയറിയോ, ഇത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ, എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭംഗിയാണ്. ഇത് മസ്താങ് എയർപോർട്ടാണ്, മസ്താങ്ങിലെ എയർപോർട്ടാണ്, ജോംസൺ എയർപോർട്ടാണിത്. ആക്ച്വലി ജോംസൺ അല്ല, ജോംസോൺ ആണ്. ജോംസോൺ എന്നാണ്, ജോംസണൊക്കെ അല്ലേ പറയുക. കർപ്പൂരകാരം കരുണാവതാരം സംസാരസാരം. കയ്യൊക്കെ മരവിച്ചു, നല്ല തണുപ്പോട്ടോ. 8 വിട്ടു, ഇപ്പം എത്രയാ, 3-4 ഡിഗ്രി അങ്ങോട്ട് ഉണ്ട്. ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഒന്നും പറയാനില്ലാത്തോണ്ടല്ലോ നാക്കൊക്കെ ഭയങ്കര തണുപ്പാ. എനിക്ക് എന്റെ ജോ ഒക്കെ ഭയങ്കര സ്റ്റിഫായി തണുത്തിട്ട്. ഈ നേരെ ഓപ്പോസിറ്റ് കാണാനുള്ളത് നമ്മുടെ എയർപോർട്ടാണ് ഇവിടുത്തെ. ബാക്കി ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങള് നൈറ്റ് മൂഡ് അവിടെ നമ്മുടെ കാഠ്മണ്ഡു അല്ലേ നമ്മള് ഇതിനിറങ്ങിയ നൈറ്റ് ലൈഫിന് ഇറങ്ങിയിട്ട് തേഞ്ഞു. നൈറ്റ് ലൈഫ് തേഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇപ്രാവശ്യം ജോസ്മോനോ എന്താ സ്ഥലത്തിന്, പേര് അതാണ് പ്ലേസിന്റെ പേര്. നമ്മുടെ കൂടെ ഒരു ബൊമ്മക്കുട്ടി ഉണ്ട്. നമസ്കാരം. നമ്മളെല്ലാരും കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നല്ല തണുപ്പുണ്ട്, ചെറുതായി മഴയുണ്ട്. അപ്പൊ നല്ല രസമുണ്ട്, ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. അതെ, അപ്പൊ ഞങ്ങള് നടന്നേച്ച വരാം. അടിപൊളിയാണ്. യാക്ക് ഞാൻ സൂപ്പ് കഴിച്ചു, നമുക്ക് മറ്റൊന്ന് നോക്കിയത്. ഇനി വലിയ ബില്ല് കൊടുക്കാനാ പറയണ്ടേ ചേച്ചി. ഗൈസ് പ്ലം വൈൻ ആണ്. ആണോ? എന്നാ പോട്ടെ. തുള്ളി എനിക്ക് ഒഴിച്ചു. ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇതൊക്കെ ഇത് ഈ മഞ്ഞ മനുഷ്യന്മാര്, ഇവര് ഡ്രസ് കോഡ് ഇട്ടാ വന്നേ. പക്ഷെ ഞാൻ കുറച്ച് വെറൈറ്റി ആക്കി. എങ്ങനെയുണ്ടാ? പട്ടിയായിട്ടാ കൊച്ചിന്റെ കളി. ഇതെന്നെ ഞാൻ എന്റെ മോളോട് പറഞ്ഞത്. ഏയ് ഇത് ചിച്ചു, ഇത് വായില് വരട്ടെ പോലും കടിക്കാത്ത ബ്രീഡാ. പട്ടികളെ പേടിക്കണ്ടുള്ളൂ, നാട്ടിലത്തെ പട്ടികളെ പേടിക്കണ്ട. അതിന് മറ്റേ ഞങ്ങള് വലിയ കൊമ്പത്തെ ആൾക്കാരെന്നുള്ള തോന്നല്. പട്ടി കുട്ടി ആ വെള്ളം കുടിച്ചിട്ട് വേഗം വരൂ. കുടുംബക്കാരാണെന്ന് തോന്നുന്നു, പരിചയമൊക്കെ പുതുക്കുന്നുണ്ട്. മലയാളി നേപ്പാളി ഭാഷയിൽ ചോദിക്കടി. മതി മതി വാ. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു. ഞങ്ങള് ഓർഡർ ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ സാധനം വന്നേ. ഇവിടെ നല്ല തണുപ്പായിട്ട് ഞങ്ങൾ 2 വൈനൊക്കെ അടിച്ചു. പ്ലം വൈൻ കൊള്ളായിരുന്നു സാധനം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നേരെ പോയിട്ട് കിടന്നുറങ്ങാന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ള. ടൈം കുറേ വൈകി. ഞങ്ങൾ 7:45 സംതിങ്ങിന് എങ്ങാനും നമ്മൾ കടയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 9:45-10 മണി കഴിഞ്ഞു ഇപ്പോൾ. അപ്പൊ നമ്മൾ ഇനി നേരെ പോയിട്ട് കിടന്നുറങ്ങണം. ഇവിടെ പൊതുവെ എല്ലാവരും ഭയങ്കര ലേറ്റ്, ഭയങ്കര ഡിലേ. പൊതുവെ ഒരു ഡിലേ ആണ് ഇവിടെ എല്ലാവരും. ഒരു സമാധാന പ്രിയരെല്ലാം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊടുത്ത് അങ്ങനത്തെ ഒരു ടീമാ. ആക്ച്വലി അത് നമുക്ക് പറ്റില്ലല്ലോ. നമുക്കവിടെ ബിരിയാണി പറയുമ്പോൾ ബിരിയാണി, അച്ചാർ പറയുമ്പോൾ അച്ചാർ, ആണ്ടി വേണമല്ലോ. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ കുറച്ച് ഡിലേ ആയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഏതായാലും നമുക്ക് നേരെ റൂമിൽ പോകാം. നാളെയാണ് ആക്ച്വലി മുക്തിനാഥ് കാണാൻ പോണേ. അപ്പോൾ നമുക്ക് വഴി കാണാം എന്തൊക്കെയാണ് വ്യൂസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എന്നൊക്കെ. നല്ല തണുപ്പുണ്ടാവുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ 3 ഡിഗ്രി ഇല്ല പറഞ്ഞേ, ഇപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയണത്. വലിയൊരു തണുപ്പ് കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ഓക്കെ ആയി. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായപ്പോൾ
അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗൈസ് എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്.